പോലെ. സാർ, ഞാൻ അച്ചു വന്നാര്. ഇന്നലെ ഒന്നുമല്ലേ? AC പറഞ്ഞു. ഇരിക്കും. വേണ്ട സാർ, ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. ഞാൻ രാവിലെ ഡിസ്ചാർജ് ആയി പോന്നു. ചെറിയ പരിക്കേ ഉള്ളൂ. ആരാണെന്ന് മനസ്സിലായില്ലേ സാർ? രാത്രിയല്ലേ, പെട്ടെന്നായിരുന്നു ആക്രമണം. ഞാൻ വീണുടനെ അവർ ഓടിപ്പോയി. സാരമില്ല, പേടിപ്പിക്കാൻ ചെയ്തായിരിക്കും. ഇതൊന്നും കണ്ട അച്ഛനാര് പേടിക്കണ്ട. ഞാൻ വന്നത് 2 ദിവസം ലീവ് വേണം. ഒരു വീട് ഇട്ടിട്ടുണ്ട്, ഫാമിലിയെ കൊണ്ടുവരണം. എന്താ അച്ഛാ ഇത്? അച്ഛൻ ട്രാൻസ്ഫറാ. പെട്ടെന്ന്? അതൊക്കെ പറയാം. ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. ബോർഡിനെ ഇംപ്രസ് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഈശ്വരാ, സമാധാനായി. അമ്മയ്ക്ക് എന്താ ഒരു സന്തോഷമില്ലാതെ? ഭാവിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ടൊരു വിലയില്ലല്ലോ. ആരായിരുന്നാലും എന്റെ മോൻ തന്നെയല്ലേ. അമ്മയ്ക്ക് സന്തോഷായി. പെട്ടെന്നുള്ള ഈ മാറ്റം അമ്മയ്ക്ക് വല്ലാത്ത വിഷമായി. എനിക്കും വിഷമമില്ലാണ്ടല്ല, പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ രമണനും രമേശനും സാധനങ്ങളായിട്ട് ഇന്ന് പോകും. നമുക്ക് നാളെ പോണം. രാമപുരം അത്ര ദൂരെയൊന്നും അല്ലല്ലോ. എനിക്ക് എപ്പോ വേണേലും ഇവിടെ വന്നൂടെ? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ വരും, തീർച്ച. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കെന്തോ ആശ്വസിക്കാൻ പറ്റണില്ല. അയ്യേ, എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ? മുത്തശ്ശി വരുന്നു. കണ്ണുമോൻ തുടയ്ക്കാൻ. എന്തോ ഇടയ്ക്ക് മുത്തശ്ശി കാണാൻ വരുമോ? പിന്നെ കുറച്ചാള് കഴിയുമ്പോ ഞങ്ങൾ വന്ന് മുത്തശ്ശി അങ്ങ് കൊണ്ടുപോയില്ലേ, അല്ലേ ദേവി? ഞാൻ വരും. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അതും കൂടെ ഒന്ന് കാണണം. നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മുത്തശ്ശി ചാവുള്ളൂ. തടി സൂക്ഷിച്ചോളണം. എന്തെങ്കിലുമൊക്കെ വയറ് നിറച്ച് തിന്നണം. അവിടെ നല്ല കളരിയാശാന്മാരുണ്ടെങ്കിൽ ശിഷ്യപ്പെടണം. അവൻ തുടങ്ങി ധൃതി. വാ. ഭാരതി, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണേ. അത് പിന്നെ പറയണോ? എന്റെ അമ്മോ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛൻ ഇനി കൂടി വന്നാ 4 കൊല്ലം. അത് കഴിഞ്ഞാ പിന്നെ നിങ്ങൾ ഇങ്ങോട്ടല്ലേ പോരേണ്ടത്? സ്ഥലം മാറി പോകുമ്പോഴൊക്കെ ഇവിടെ പതിവായത്. 2 ദിവസം കഴിഞ്ഞാൽ തീർന്നു. കേറ്. അപ്പൊ ഞങ്ങൾ പുറപ്പെടുന്നു, എല്ലാവരോടും കൂടെ. വരട്ടെ. ഇവരുടെ ഒക്കെ ഒരു പാട് കണ്ടാല് ഇതെന്താ നാട് വിട്ടു പോവുക? കൃഷ്ണേട്ടാ, പോസ്റ്റ് ഓഫീസിലെ ചേഞ്ച് ഓഫ് അഡ്രസിന്റെ കാര്യം പറയാൻ മറക്കണ്ട. നേരെ വൈകിക്കണ്ട, പോവാൻ നോക്ക്. അതൊക്കെ ഞാനേറ്റു. അപ്പോ എന്താ പുറത്തിങ്ങനെ ലാത്തണ്? ചൂടേ സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തിരി കൂടുതലാ. മഴക്കാറുള്ളോണ്ടാ. മഴ എടുത്തിട്ടുണ്ടേ. വാ, അകത്തേക്ക് ഇരിക്കാം. അല്ല, വീട്ടുകാരത്തേക്ക് എങ്ങനെ? നമ്മളെ വീടൊക്കെ പിടിച്ചോ? ദേ വീട്ടുകാരത്തെ അങ്ങോട്ട്. അമിത പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നിൽ നിൽക്കുന്ന 3ാമത്തോളാ. ഇവനാ ഏറ്റവും ഇളയത്. ഇത് 2ാമത്തവൻ. ഇനി ഇവന്റെ മൂത്ത ഒരു പെണ്ണുണ്ട്. പേരെന്താ? സേതു. ഞാൻ വെറുതെ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ പോയതാ. മഴയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പോയി കിട്ടി.
നിങ്ങളുടെ വീട് വാടകയ്ക്കെടുത്ത പാട്ടുകൾ കൊള്ളാലോ. രണ്ടു നല്ല പീസുകളുണ്ടല്ലോ. അളിയ ആർത്തും പറയാതിരിക്കുകയാണല്ലേ. എടാ സുരേഷ്, അത് നീ അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാന്ന് വിചാരിക്കണ്ട. ഒരു പാവാട കാര്യമുണ്ട്, നല്ല രസ്യം വിത്ത. ഞാനൊരു നമ്പർ ഇട്ടപ്പോ അവളും തിരിച്ചൊരു നമ്പർ ഇട്ടു. അതിന്റെ മൂത്ത ഒരെണ്ണമുണ്ട്, അത് നല്ല അലുവയാ. വേറെ ഉണ്ടോടാ? ആ വേറെ ഉണ്ട്. ഓ ഏതായാലും ഇളയതിനെ ഞാൻ ബുക്ക് ചെയ്തിരിക്കാം. നീ ഇവിടെ കൊണ്ടാക്കിക്കരുത്. ഇനിയുള്ള ഏത് സൈസാന്നാ പറഞ്ഞ? പൊടിയാ? ഈ സൈസാ നോട്ടുണ്ടോ? ഏത് സൈസ്? ഈ പൊക്കോ ഈ വണ്ണോ ഒക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. ഒരു നമ്പർ ഇട്ട് നോക്കാം. സേതു, ഇവൻ ചുമ്മാ വളവളാന്ന് പറയണ. എടാ നാറി, ഇത് അവരുടെ ചേട്ടനാ സേതു. സേതു സീരിയസ് ആയിട്ട് എടുക്കരുത്, ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാ സുരേഷ്. സോറി കേട്ടോ, വെരി സോറി. ഈശ്വര, എന്ത് പറ്റിയെന്ന് നോക്കണം. ഒരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? നീ വന്നേ. വീട്ടിലെന്റെ സിസ്റ്റേഴ്സിനെ കൂടാതെ അമ്മയുണ്ട്. അയ്യോ. അതല്ല, നമ്പറും അഭ്യാസവും ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി കേട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട. എന്താ പേരെന്ന് പറഞ്ഞ? സുരേഷ്. ഫ്രണ്ട്ലി ആട്ടോ. കുഴപ്പമില്ല. ഈ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പൊന്നും വില കൊടുത്താ കടപ്പുറത്ത് മീൻ കൊണ്ടിരുന്നത്. ഇപ്പതേ ഡീസൽ അടിച്ച കാശ് നഷ്ടം. കീരിക്കാരനെ താങ്ങി നടന്നവരല്ലേ ഇപ്പൊ പഠിച്ചോ? ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറയണ കാശിന് ചോദിച്ചിട്ട് കൊടുക്കലില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ കാശ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കൂ. പണ്ടവും കൂടുതലും റോഡിൽ കിടക്കും, വണ്ടിക്ക് തീയും വെക്കും. അനുഭവിക്കടാ. പട്ടാപ്പകൽ അസനക്കായി നടുറോഡിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്ക് വല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദ്രോസ് പറഞ്ഞത് സത്യമാ. ആഴ്ചയിൽ 10-100 രൂപ കൊടുത്താലും ഹസനുണ്ടായിരുന്നപ്പോ സുഖമായിരുന്നു. ജോസിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ലായിരുന്നു. ഇപ്പൊ ജോസിനോട് നേർക്കൊന്നും മിണ്ടാൻ ആരാ ഉള്ളത്? നമ്മൾ വിചാരിച്ചാലും നടക്കും. ഇവനധികം ആയുസില്ല പോരുതേ. നീ കണ്ടോ, അവനെ വെട്ടി തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാനല്ല. നിങ്ങൾക്കറിയോ? ചേട്ടാ നല്ല ഒന്നാന്തരം പോത്ത് ഇങ്ങോട്ട് വന്നാട്ടെ. എത്ര കിലോ വേണമെന്ന് പറയാം. ചേട്ടോ, ആ ചേട്ടനെ ഞാൻ അറിയുന്നാണല്ലോ. അങ്ങോട്ട് പോലെ അവന്മാര് പറ്റിക്കും. ചേട്ടൻ നല്ല ഒരു ഇത് ചേട്ടാ. ആ പിന്നെ അണ്ണൻ എത്രയാ വേണ്ടേ? നല്ല ഇറച്ചിയാണോ? ഇവിടുന്ന് വാങ്ങിക്കണോ? മാതൂരിലെ പുതിയടാ ചേട്ടാ, അത് സൂക്കേട് വന്ന് ചത്ത പോത്താ. ഇങ്ങോട്ട് വന്നേ. ദേ നല്ല ഒന്നാന്തര ഇറച്ചി. ഇങ്ങോട്ട് വന്നേ. എത്ര കിലോ വേണം? ഇങ്ങോട്ട് വാ. വിട്, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. ഏത് പച്ചടത്തുനിന്നാ? ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണ വേണമെങ്കിൽ. തമ്പിച്ചായ, അയാൾ എന്റെ കടയിൽ നിന്ന് വാങ്ങാൻ വന്ന ആളാ. കീരിക്കാടൻ ജോസേട്ടന്റെ കടയാണിത്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ നീ നിറച്ച് തിന്നില്ല. വിടറ അയാളെ. എന്താടാ, കീരിക്കാരന് മാത്രം ഇവിടെ ജീവിച്ചാ മതിയാ? അധികം ആടരുത്. കളക്ഷൻ എടുക്കടാ. എത്രയുണ്ട്? 1100. എന്താടാ വീട്ടിൽ തരാൻ താമസം? ബാക്കി കാശ് വീട്ടിലെത്തിച്ചോണം. ഓ, എടാ പട്ടികളെ, നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും വെട്ടി പോത്തിറച്ചിന്റെ കൂടെ വിൽക്കും. ഓർത്തോ? മാറി. ഒരടി ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. എവിടെ ധൈര്യം ഇല്ലെന്നേ ഒരുത്തനും. വെറുതെ വളവളെന്ന് വല്ലതും പറയാനില്ലാതെ ഹൈദ്രോസിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നല്ലൊരു അടി കണ്ടിട്ട് കാലം എത്രയായി? 2 കൊല്ലം മുമ്പ് കീരിക്കാട് ജോസേട്ടനും മിന്നൽ രാമകൃഷ്ണനും തമ്മിൽ ഒരു അടി കടന്ന് കണ്ടതാ. മിന്നൽ രാമും ചട്ടമ്പിയാണോ? മുമ്പുണ്ടായിരുന്ന SI-യാ. നല്ല ബോഡിയാ. ഇവിടുത്തെ ചട്ടമ്പിൾ ഒതുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാ. സിനിമയിൽ കാണുന്ന പോലെ ആയിരുന്നു അടി. മെയിൻ റോട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പ് വരെ ഡുഷൻ നിന്ന് പരിക്കായിരുന്നു. മിന്നൽ രാമു സാറ് തവിടി പൊടിയായി പോയി. പിന്നെ ഇവിടെ നേരെ കോട്ടയ്ക്കിൽ ഒഴിച്ചിലിന് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല, ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. അത്ര ഭയങ്കരനാണ് ഈ ജോസ്. ആണോന്ന് ഒരു ദിവസം നിന്നെ കാണിച്ചു തരാം. കയ്യും കാലും ഒക്കെ ഇരുമ്പാ. അത് പിന്നെ എന്താ തീറ്റ? രാവിലെ ഇറക്കണ ആടിന്റെ ചോര ചൂടോടെ കുടിച്ചിട്ട് വീട് വരെ ഓടും. 3 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വഴി കാണുന്ന കരിങ്കുരങ്ങ്, മുള്ളം പന്നി, തേവാങ്ക്, ഇതൊക്കെ അല്ലേ തീറ്റ. കറുത്ത പൂച്ച കിട്ടിയ വിടത്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛനുമായിട്ട് നല്ല അടുപ്പാ. അച്ഛന്റെ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങള് തിരുവനന്തപുരത്ത് പോയി ശരിയാക്കിയത് പുള്ളിയാ. രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധ. ആരെങ്കിലും ഒക്കെ തല്ലാനും കൊല്ലാനും പുള്ളിയും ഗ്യാങ്ങിനെ അയക്കുക. കേട്ടിട്ട് ആകപ്പാടെ ഒരു ഞങ്ങൾക്കൊക്കെ ശീലമായി. ഇടഞ്ഞാലേ ഉള്ളൂ കേട്ടോ കുഴപ്പം. കുഴപ്പമെന്ന് വെച്ചാ കഥ കഴിഞ്ഞു കരുതിയാൽ മതി. അവന്റെ ബോംബെയിൽ വെച്ച് വെച്ച ജേക്കബില്ലേ, അയാൾ ജോസേട്ടന് പിറകെന്ന് വെട്ടിയിട്ടാ നാട് വിട്ടത്. പിന്നെ അറിയണത് അവൻ മരിച്ചു എന്നാ.
എനിക്ക് തോന്നുന്നത് ജോസേട്ടൻ തന്നെ ഇതും ചെയ്തതെന്നാ. ശരിയാ ശരിയാ, അത് മാത്രമല്ല വേറൊരു മതി, ദിവസം മതി കേട്ടിട്ട് എന്റെ തല ചെകിടിക്കുന്നു. പണം കരുതേന്ന് നടത്തിയ കഴിവാണ് മോൻ. എല്ലാത്തിനും കൂട്ടുന്നത് എന്നെ ഇപ്പൊ വേണ്ടതായി. ജോസിന്റെ വാലാട്ടിയോട് ചോദിച്ചാ 100,000 കൊടുക്കും. തന്റെ വായി പണം തിരിയിട്ടുണ്ടോളാം. ഒരു 100 രൂപ വെച്ചാൽ താൻ തരില്ലല്ലേ? ഈ ഐദ്രസിന് അറിയല്ല. തന്റെ കൈ ഞാൻ വെട്ടിയില്ലെങ്കിൽ ഈ ഐദ്രസ് ഉസ്മാന്റെ മോനല്ല. പൂജപ്പുറ സെൻട്രൽ ജയിലേ ഓക്രികൾക്കുള്ളതാ. കണക്ക് തെറ്റിച്ചിട്ടുണ്ട് ഹൈദ്രോസേ. നീ നിന്റെ പാട്ടിന് പോ. ഇതൊരു മാരണമായല്ലോ. കത്തി വേണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ റോഡിൽ അറിയും. ആ കുഞ്ഞവിടെ നില്ലെന്ന്. ഇതൊക്കെ അവന്റെ ജാടയല്ലയോ. ഉർമീസേ, ആ ജോസിന്റെ ആളുകൾ വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയണം. കീരിക്കാരൻ ജോസിന്റെ പേര് പറയും പേടിപ്പിക്കാ. അതൊക്കെ മനസ്സിലിരിക്കട്ടെ. ഒരു ദിവസം ജോസിന്റെ പണ്ടാം കുത്തി ചോർത്തിയില്ലെങ്കിൽ ഈ ഐദ്രോസി അങ്ങാടി ജീവിക്കില്ല. എടാ, നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തു എന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞകണ്ട. കുഞ്ഞിനെന്താ വേണ്ടേ? അരച്ചാ കരി. ആ അരച്ചാ കരിയാണെന്ന് കൊടുത്തേക്ക്. നീ ആളാ പുതിയ താമസക്കാരനാ. ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ നായരുടെ മോന. സേതു എന്നാ പേര്. ഓ പോലീസുകാരനാ. ഒരു 10 രൂപ കൊടുക്കല്ലേ കൊടുക്കല്ലേ. താഴെ ചുമ്മാ മാറി. ഇനി കാണണം. താൻ ചെവി നിൽക്കോ. തന്നെ ഈ റോട്ടിലിട്ട് പന്ത് തട്ടവനെ തട്ടിയില്ലെങ്കിൽ താൻ വായിക്കാം. അരിയാണെന്ന് ഓർമ്മ. എന്റെ ഈശ്വര, മനസ്സുറപ്പിച്ച് എങ്ങനെ ജീവിക്കും ഇവിടെ? പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ? പോലീസുകാർക്കൊക്കെ കൈ നിറച്ച് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പറയട്ടെ, കിട്ടുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലും വലിയ കാര്യം അതല്ല. നമ്മളെ കാര്യം വിട്. നമുക്ക് കുടുംബമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടി പോണ്ടേ? എന്റെ അമ്മേ, ദേ ഇത്രയും വരുന്ന ഒരു കത്തി കയ്യിൽ വെച്ചാ കളി. അത് വെച്ചൊരു താങ്ങിയ കാര്യം കഴിഞ്ഞില്ലേ? പോലീസ് ആയാലും പട്ടാളമായാലും കത്തി കയറിയ ചാവും. ഇതൊക്കെ കാണുമ്പോ വേറെ വല്ല ജോലിക്കും പോണതാ നല്ലതെന്ന് തോന്നും. നമ്മളൊക്കെ ആണുങ്ങളല്ലേ സേതു? പോലീസിലൊരു കൊല്ലത്തെ ട്രെയിനിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറും. പിന്നെ ഒരു ആന മതിച്ചു വന്നാലും ഒറ്റയടിക്ക് താഴെയിടാൻ തോന്നും. അല്ലേ അമീതേ? പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്ന പോലീസുകാർ തന്നെയല്ലേ ഇവിടെയും. എന്നിട്ട് ഈ മതിച്ച് നടക്കണേറ്റുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പറ്റണില്ലല്ലോ. എന്റെ പൊന്നു പെങ്ങളെ, ജീവന് പേടില്ലാത്ത പോലെ ആരാ ഉള്ളത്? പെങ്ങൾക്ക് ഇവിടുത്തെ കഥ വല്ലതും അറിയോ? ഇപ്പൊ ഈ കത്തി കാട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞില്ല ഐദ്രൂസ്. ഇവന്റെ ഒക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ, ഹസൻ. അവനാണ് ഇവിടെ ഈ മാർക്കറ്റ് ഭരിച്ചിരുന്നത്. തനി കാട്ടുപോത്ത്. അവനെ കൊന്നത് ഈ കീരിക്കാടൻ ജോസാണ്. വെട്ടി 10 മന്ത്രി കഷ്ടാക്കിയിട്ടല്ല എത്തച്ചത്. അതും പട്ടാപ്പകൽ. അയ്യോ, എന്നിട്ട് കേസൊന്നും ഉണ്ടായില്ലേ? പിന്നെ കേസില്ലാണ്ട, പക്ഷെ തള്ളിപ്പോയി. ഒരാളും ജോസിനെതിരായിട്ട് സാക്ഷി പറയില്ല. പറഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കണ്ടേ? പറയുന്ന സംശയം തോന്നിയ ഒരാളെ പിടിച്ചു കൂട്ടിക്കൊണ്ടേ തല്ലി ചതച്ച് ചപ്പിലേക്കാഞ്ഞു. പിന്നെ 5-6 മാസം കിടന്ന് നീര് വാങ്ങിച്ചാ ചത്തത്. എന്റെ ഈശ്വര, അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസ്. 8-10 കൊലക്കേസിലെ പ്രതിയാ. ശിക്ഷിച്ചതോ വെറും 3 കേസിൽ. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയ പിറ്റേന്ന് അവന്റെ ശവം ഉറപ്പാ. തിരുവനന്തപുരത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിപാടുള്ള ആളാണ്. പിന്നെ ഈ പാവപ്പെട്ട പോലീസുകാർ ഞങ്ങൾ എന്ത് ചെയ്യാന്നാ പറയുന്നത്? എങ്ങനെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതിയായിരുന്നു. ഈ ആളെ എനിക്കൊന്ന് കാണണമല്ലോ. എന്തിനാ? അല്ല, വെറുതെ ഒന്ന് കാണാൻ.